എം ഡിക്ക് പിന്തുണയുമായി നടൻ ബാലചന്ദ്ര മേനോനും രംഗത്ത്. എം ഡിയുടെ വിമർശനം ആരെക്കുറിച്ചെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് ബാലചന്ദ്ര മേനോൻ പറയുന്നു. നിലവിൽ പള്ളിയിലെ മണി മോഷ്ടിച്ചത് ഞാനല്ല മുദ്രാവാക്യമാണ് ഉയർന്നതെന്നും പരിഹാസം. ഫേസ്ബുക്കിലൂടെയാണ് ബാലചന്ദ്ര മേനോന്റെ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എം കെ വിനോദ് ചേർന്നുണ്ട്. വിനോദ, എം ഡിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ വളരെ വലിയ പിന്തുണ ഇപ്പോൾ ഉയരുകയാണ്. ഇപ്പോൾ ബാലചന്ദ്ര മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും നമുക്കറിയാം, എം ഡി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് നിരവധി സാഹിത്യ മേഖലയിലെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരുന്നത്. ഏറ്റവും അവസാനമായാണ് നടനും സംവിധായകനും ഒക്കെയായ ബാലചന്ദ്ര മേനോനും ഇത്തരത്തിൽ എം ഡിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എം ഡി ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇത് എം ഡി മുഖ്യമന്ത്രിയെ ആണ് ഉദ്ദേശിച്ചതെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നു നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. പക്ഷേ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് എം ഡിയെ പലരും കാണുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. കൃത്യമായി ഇത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി ഈ പ്രസംഗം കേട്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും. ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എം ഡിയോട് തന്നെ നേരിട്ട് ചോദിച്ച് അങ്ങ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച് ഒരു വിശദീകരണം നൽകിയാൽ അപ്പോൾ തീരുന്നതേ ഉള്ളൂ ഈ വിവാദം എന്ന് പറയുന്നു. എന്തായാലും ബാലചന്ദ്ര മേനോൻ ശക്തമായി എം ഡി വാസുദേവൻ നായരെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര മേഖലയിലെ സംഭാവനകളെ എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ബാലചന്ദ്ര മേനോന് തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, നടൻ ആയിട്ടുള്ള ഹരീഷ് അതേപോലെ തന്നെ ജോയ് മാത്യു തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ നിരവധി ആളുകൾ എം ഡിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ കുറിപ്പാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോനിലൂടെ പുറത്തു വരുന്നത്. വിനോദ, നമുക്കറിയാം വളരെയധികം രസകരമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം തന്റെ വിമർശനം അല്ലെങ്കിൽ പ്രതികരണം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും എം ഡിക്ക് വളരെ വലിയ തോതിൽ രാഷ്ട്രീയ കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പിന്തുണ ഉയർന്നു വരുന്നു എന്നല്ലേ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായും രാഷ്ട്രീയ കേരളത്തിൽ സാഹിത്യകാരന്മാർ പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ ഉള്ളവരാണ് നല്ല നിലയിൽ അദ്ദേഹത്തിന്റെ പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ബാലചന്ദ്ര മേനോന്റെ കുറിപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നട്ടലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടി ആണോ പെണ്ണോ എന്നറിയാൻ കഴിയും. അതിന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ടിവിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരനെ ഭ്രാന്ത് പിടിക്കും. രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ ഈ പെടാപ്പാട് പെടുന്നത് എന്ന സമൂഹ മാധ്യമത്തിൽ പിണറായിയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്നവരോട് ബാലചന്ദ്ര മേനോൻ വളരെ പരിഹാസ രൂപേണ തന്നെ ഇത് ചോദിക്കുന്നുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. എം ടി വാസുദേവൻ നായർക്ക് പിന്തുണയുമായി നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനും രംഗത്തെത്തിയിരിക്കുകയാണ്. വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.